സോ ഹേ ഗായ്സ്, എല്ലാവർക്കും ഗെയിമിംഗ് ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഇന്ന് നമ്മൾ തുടങ്ങിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിമായ മൈൻക്രാഫ്റ്റിലാണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേറെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാനിപ്പോൾ എന്താ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ റിസോഴ്സ് പാക്ക്, അതായത് ഇപ്പം എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ ബെഡ്റോക്ക് എഡിഷൻ അല്ലേ എൻ്റെ ഫോണിൽ. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ലാഗ് അടിച്ച് കട്ടായി പോകും. അതെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. കേസ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫെയ്ത്ത്ഫുൾ ആർട്ടിക്സ് എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ റിയൽ സോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് കാണും നിങ്ങൾ, അത് തന്നെ അടുത്ത സീരീസ് തുടങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്സ്കെയിലിങ്ങും റേ ട്രേസിങ്ങിനും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഇതിട്ട് കളിക്കുന്നത്. എനിക്ക് ഫെയ്ത്ത്ഫുൾ ആർട്ടിക്സിൻ്റെ 64x ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് കണ്ടില്ലേ, ഞാൻ ഔട്ട്ലൈൻ സെക്ഷനും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു അപ്സ്കെയിലിംഗ് റേ ട്രേസിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ലിങ്കിൽ പോകണം. അത് നേരെ എൻ്റെ ഗ്ലോബൽ റിസോഴ്സിനകത്ത് ഈ ഒരു പാക്കാണുള്ളത്. ഈ പാക്ക് ഞാൻ റേ ട്രേസിങ്ങാണെന്നും പറഞ്ഞെടുത്ത, പക്ഷേ ഇത് കൊള്ളിയല്ല. ഇതാണ് റിയൽ സോഴ്സ്. ഇതായിരിക്കും ഞാൻ മൂന്നാമത് ഇടാൻ പോകുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫോണിൽ ആ ഒരു റിയൽ സോഴ്സ് അല്ല, ഇത് വേറെ റിയൽ സോഴ്സാണ്. കാണിച്ചു തരാം. ഇത് റിയൽ സോഴ്സ് 3.5 ലോ ആണ്. ഇതാണ് ഗൈസ് ഫെയ്ത്ത്ഫുൾ 32x എന്ന് പറഞ്ഞ ഷെയ്ഡർ. ഇത് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്രൊഫൈൽ ഫുള്ള് മാറും. കണ്ടില്ലേ, പ്രൊഫൈൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മാറും. ഇപ്പം നമുക്കിത് നമുക്ക് ഫസ്റ്റ് വേൾഡ് സീരീസിൽ എൻ്റെ സീഡ് ഞാൻ പാർട്ട് 2-ലിടാന്ന് പറഞ്ഞായിരുന്നു. ഞാനത് ഇട്ടില്ല. ഞാനത് എൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഇത് ഞാൻ ഈ ഒരു എന്താ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ കുറേ വേൾഡുണ്ട്. എനിക്ക് 2 വേൾഡ് മതി. ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള വേൾഡ് വലിയ പ്രയോജനമൊന്നുമില്ല. അത് ഞാൻ ആ ആർട്ടിക്സ് പാക്സ് വേണം. അത് ഞാൻ ക്രിയേറ്റീവിൽ നമ്മൾ ബെസ്റ്റ് ആർട്ടിക് ഷെയ്ഡ് ഇത് തന്നെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീഡ് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെച്ചാൽ ഇതാണ് ഗൈസ് ഇതിൻ്റെ സീഡ്. ഞാനിത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നേരെ പ്ലേ കൊടുക്കുക. ഇന്നത്തെ നമ്മളെ മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അയൺ പിക്കാക്സ് അപ്പ് ചെയ്യണം. പിന്നെ രാത്രിയാണെങ്കിൽ ഇപ്പോൾ കയറി കിടന്നുറങ്ങണം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. വുഡ് കളക്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒട്ടും വുഡില്ല. നമ്മുടെ ഓട്ട് ബ്ലാങ്ക്സ് തീർന്ന്, ഫർണേസിൽ വെക്കാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമുക്കൊരു കേബ് കണ്ടുപിടിക്കണം. ആ കേബ്, അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കണ്ട കേബിൾ മൈൻഡ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കേവാണ്. അത് ആ വെള്ളമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കേവായതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. ഞാൻ സ്പോണായതാവാത്തൊന്നുമല്ല ഗൈസ്, ഞാൻ അതിന്നും കുറേ ദൂരം സ്പോണായതാണ്. നിങ്ങളെൻ്റെ അതായത് ഈ ഫസ്റ്റ് വേൾഡ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായത്, നിങ്ങളത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ. യെസ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മുടെ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോണിൽ ചാർജില്ലായിരുന്നു. ഓക്കെ, ഒരു ചെറിയൊരു ലാഗിങ് ഉണ്ട്. ഫുഡില്ല ഗൈസ്, കയ്യിലുള്ള ഫുഡെല്ലാം തീർന്നു. ഒരു മിനിറ്റ്, ഇതിൽ വെച്ചിരുന്ന ഉണ്ട് ബായ്ക്കിന്. ഓക്കെ, ഫുഡ് തീർന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഫുഡൊന്നുമില്ല. നമുക്ക് എത്രയും പെടുന്ന ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ നോക്കണം. എന്താണോ എന്തോ. ഓക്കെ, നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. പക്ഷേ നമുക്കിത് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത സ്ഥലം എന്താ ഇവിടെയായിരുന്നു. പക്ഷെ അതിൻ്റെ മണ്ടത്തിനും കാരണം അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാനാ ഗൈസ്, ഒരു കാര്യം ചെയ്യാം. നമുക്കിനിപ്പോൾ ഒരു ലാവ ഫൈൻഡ് ചെയ്തിട്ട് വരാം. നടന്നു തന്നെ ഓനക്ക് എൻ്റെ കയ്യിൽ ഐറ്റംസ് കുറവൊക്കെ ഉണ്ടാ. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഐറ്റംസ് ഇത്രണ്ണേ ഉള്ളൂ. ഓക്കെ, രക്ഷപ്പെട്ടു. കുറച്ച് വെള്ളം കൈ പിടിക്കണമെന്ന് എൻ്റെ ഒരു ഡൗട്ട്.
വെള്ളം എടുത്താൽ ഇവിടെ ഇഷ്ടംപോലെ വെള്ളം കാണും. ഓക്കെ, അപ്പോഴത്തേക്ക് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിൽ അടച്ചിട്ട് ഇവിടെ ഒരു കോഴി സ്പോൺ ആയിട്ടുണ്ട്. നോക്കിന നമ്മുടെ ഫസ്റ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ അതേ പോയിട്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നേരെ പോയിട്ട് കുറച്ച് റിവിനെ പോയി മൈൻഡ് ചെയ്യാത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. മിക്കവാറും അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അതാണ് ഞാൻ പിന്നെ റിവ്യൂവിന് പോയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാത്തത്. അവിടെ മറ്റേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് എനിക്ക് മിക്കവാറും ഒരു നല്ല ആർമർ വേണം. ഒരു ഗോൾഡ് ആർമർ കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ പോകാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അവസരമാണ് ഞാൻ ഇന്നലെ കൊണ്ട കളഞ്ഞത്. നമുക്ക് 44 ക്രാഫ്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വെള്ളത്തിൽ സ്പോണന്മാര് ഇത് നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ കൊണ്ടുപോകാം. ഓ, ഇത് നമുക്ക് വുഡ് ഫാം വേണ്ട കാര്യം പറഞ്ഞ ഇതെന്താണോ എന്ത് നമുക്ക് വുഡ് ഫാം വേണ്ട കേസ്. എന്താണ് വുഡ് ഫാം വേണ്ടാത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ വുഡ് ആൾറെഡി ഉണ്ട്. ഇതിപ്പോൾ 1.5 സ്റ്റാക്കിന് അടുപ്പിച്ചൊക്കെ ആവും. ഇത് 1.5 സ്റ്റാക്കിന് അടുപ്പിച്ചായില്ല. ഞാനിപ്പോൾ 2 ആയിട്ട്, അതായത് ഒരു ഓക്ക് ബ്ലാങ്ക്സ് ഒന്ന് സാധാ ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് അല്ലേ? ഓക്കെ, ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് ആണ് ഗൈസ്. അപ്പോൾ ഇത് 2 എടുക്കും. ഞാൻ ഈ റെയർ ട്രേസിങ് എനിക്ക് ചെറിയൊരു ലാഗിങ് ഒക്കെ ഉണ്ടോട്ടാണ് ഗൈസ്. ഓക്കെ, ഇങ്ങനെ വെള്ളത്തിലുള്ളമാരെ കൊല്ലണം. ഇതൊന്നും നമുക്ക് ഈ സാപ്ലിങ് ഇപ്പം എനിക്ക് വേണ്ട. 44 കിട്ടുള്ളൂ. 44 നമുക്ക് 1 സ്റ്റാക്ക് അടുപ്പിച്ച് വേണം. അല്ല, 1 സ്റ്റാക്ക് അടുപ്പിക്കാനായിട്ട് നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട്. വേണ്ട, അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കരമായിട്ട് ലാടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഭയങ്കര ലാഗാണ്. ഓക്കെ, നേരെ പോവുക. കണ്ടില്ലേ, ലാഗുണ്ട് എനിക്ക് ചെറുതായിട്ട്. കൺട്രോൾ അത്ര സ്മൂത്തായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഔട്ട്ലൈൻ സെക്ഷൻ ഓൺ ചെയ്തുകൊണ്ടാണോ എനിക്ക് എന്തൊരു ഡൗട്ടുണ്ട്. ഈ 46 ഉള്ളൂ. അതവിടെ ഇരുന്നോണ്ടാ. നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. എന്നിട്ട് ഈ ബോട്ടിൽ ഈ ബോട്ടും ബക്കറ്റ് അല്ലല്ലോ, ഈ ഒരു ബോട്ട് എടുത്ത് ഇവിടെ വെച്ച് ഈ ഒരു ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു 29 സാൻഡ് സ്റ്റോൺ എടുത്ത് കൈപ്പിടിക്കണം. ചിക്കൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചിക്കനൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കഴിക്കാനായിട്ട്. ഓ ബെസ്റ്റ്, എപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാൻ അറിയാമല്ലോ അപ്പം ഇവിടെ ഗൈസ്. ഗൈസ്, നമുക്കിവിടെ പോയി മൈൻഡ് ചെയ്യാം. ഗൈസ്, ഈ ഒരു വേൾഡിൽ, അതായത് ഇപ്പം ഞാനിവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് അയം കിട്ടാൻ സാധ്യത കൂടുതൽ. അതാണ്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ അടിപൊളി ആയതുകൊണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ലുക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോറേജ് ഏരിയയാണ്. സ്റ്റോറേജ് ആണ് ഇപ്പം നമുക്ക് നൈസായിട്ട് ആവശ്യമുള്ളത്. നമ്മുടെ ഈ ചെസ്റ്റ് കണ്ടില്ലേ ഫുള്ള് നിറഞ്ഞിരിക്കുക. എൻ്റെ ഇഷ്ടംപോലെ വൂളിരിപ്പുണ്ട്. കാരണം ഇഷ്ടംപോലെ ബെഡും ഉണ്ടാക്കാൻ പറ്റും. വുഡ് ബ്ലാങ്ക്സും ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ഫുഡ് അടിക്കാനായിട്ട് ഇപ്പോൾ 3 ഫുഡ് ഇരിപ്പുണ്ട്. വേറെ ഒന്നും ഇരിപ്പില്ല. വേറെ ഇവിടെ മോബൊക്കെ സ്പോണായി. ക്രീപ്പറൊക്കെ ഇവിടെ സ്പോണാകും കേട്ടോ. ഞാനങ്ങനെ സ്പോണാകും അടിക്കുന്നതല്ല. എനിക്ക് വേണമെങ്കിൽ നൈറ്റിൽ പോയി മൈൻഡ് ചെയ്യാം. പക്ഷേ നൈറ്റിൽ പോയി മൈൻഡ് ചെയ്താൽ ഇത്രയും ഡിഫിക്കൾട്ടായിരിക്കും. കാരണം എപ്പോൾ എനിക്ക് അതായത് എനിക്ക് ചില സമയം ലാഗ് അടിക്കും.
മിക്കവാറും എനിക്ക് ലാഗ് അടിക്കും ഗൈസ്. അപ്പം ഞാൻ എൻ്റെ മൈനിങ് ഏരിയയിലോട്ട് പോവാം. നിൽക്ക്, എൻ്റെ ഉറക്കെ നടച്ചിട്ട് വരാം. അടച്ചിട്ടുണ്ടെന്ന് നോക്കാൻ പറയാം. അതിൻ്റെ കേസ് എന്ന് വെച്ചാൽ അങ്ങോട്ട് ആ കുട്ടി സോമ്പി കയറും. പിന്നെ നമുക്ക് നമ്മുടെ ഈ വേൾഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് എണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി ചെസ്റ്റിൻ്റെ സംഭവം ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ സ്റ്റിക്കിരിപ്പില്ല, സ്റ്റിക്കിനെടുക്കണ്ട. എന്താ ഇങ്ങോട്ട് വേണമെങ്കിൽ മൈൻഡ് ചെയ്യുമ്പോൾ, പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് 2 ബ്ലോക്ക് എടുത്തേക്കാം. അവിടെ നിന്ന് 1 ബ്ലോക്ക് ഗ്യാപ്പിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ടോർച്ച് ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും. ഇനി ഇവിടുത്തെ 4 ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ ആദ്യത്തെ മൈനിങ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇവിടെ എല്ലാം കോബൽ സ്റ്റോൺ മാത്രമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ -23 വരാൻ പോവാം. ഓഫ്, പറയണ ഇനിയിപ്പോൾ പുതിയൊരു പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. അല്ല ബെസ്റ്റ് ഗൈസ്, ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിക്കാക്സ്. അതെൻ്റെ ഇൻവെൻട്രിയുടെ ഉള്ളിനകത്തുണ്ട്. ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വേഗം പോയി മൈൻ ചെയ്ത് കണ്ടില്ല, ഇഷ്ടംപോലെ പൊസിഷനാണ്. അതായത് ഈ ഒരു ഫെയ്റ്റ്ഫുൾ ഇട്ട് കളിക്കുമ്പോഴത്തേക്കും ഒന്ന് ഗുണമെന്ന് വെച്ചാൽ അടിപൊളി ലുക്കാണ്. എൻ്റെ ടോർച്ചൊക്കെ ഉണ്ടാക്കണം. ഇഷ്ടംപോലെ കോള് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കാഞ്ഞിട്ടാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ കോളൊക്കെ ഇരിക്കുന്നത് കണ്ടതല്ലേ. ഇപ്പം നമ്മൾ ഐലൻഡ് സ്പോണാഞ്ഞാണ്. പക്ഷേ നമുക്കിവിടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫുള്ളും കടല. ഓക്കെ, ഇങ്ങനെ നടക്ക്. ഇനി ഒരു 2 ബ്ലോക്ക് ഉള്ളിൽ മൈൻ ചെയ്തിട്ട് വേണം അടുത്ത ടോർച്ച് വെക്കാൻ. ഇഷ്ടംപോലെ ടോർച്ച് എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഇവിടെ നിന്നും ഒന്നും കിട്ടണില്ല, അതാണ് വിഷമം. ഡാർക്കായി തുടങ്ങിയ പിന്നെ ഒന്നും കിട്ടില്ല, അതാണ്. ഡാർക്കായി തുടങ്ങിയാൽ ഒന്നും കാണത്തില്ല സത്യം പറഞ്ഞാൽ, അതാണ് ഈ ഒരു പ്രോബ്ലം. പിക്കാക്സിനൊക്കെ ഓരോ റൂളുണ്ടല്ലോ. ഇവിടെ ഇങ്ങോട്ടും കേവാ. വെള്ളത്തിനകത്തുള്ള കേവാ. അയ്യോ, അയനുണ്ട് അവിടെ, അയനുണ്ട്. പോയി എടുക്കുക അത്. പക്ഷേ ഇവിടെ നിന്നുള്ള കോബൽ സ്റ്റോൺ എല്ലാം കൊണ്ടക്കളയണം. ആദ്യം ഈ ഒരു കോബൽ സ്റ്റോൺ വെച്ചിട്ട് ജസ്റ്റ് വെട്ട്. ഓക്കെ, ചത്ത്. ഓക്കെ, ശരിയായി. കുറച്ച് ഫുഡ് അടിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ പോയിട്ട് മൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മൈൻ ചെയ്യാം. 1 മിനിറ്റ് ഗൈസ്. നമ്മുടെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും 12 ആയിരിക്കും. 1 മിനിറ്റ്. ഈ ഒരു ഡോറിൻ്റെ ഒരു ഗ്ലിച്ച് ഈ മൈൻക്രാഫ്റ്റിനകത്ത് ഉണ്ടല്ലോ. പെട്ട് ഓക്കെ, ഇതിനകത്ത് പോവാ. 3, 2, 1 ഗോ. അയ്യോ, ഫുഡ് തീർന്നു. ഈ ചിക്കൻ കഴിക്കാം, വേഗം കഴിക്കാം. ഓക്കെ,
ഹെൽത്ത് റീസ്റ്റോർ ആവട്ടെ. 3, 2, 1 ഗോ. ഇവിടെ നിന്ന് എത്ര ബ്ലോക്ക് മൈൻഡ് ചെയ്യാനുണ്ട്? ഇവിടെ നിന്ന് അയ്യോ ഓക്സിജൻ തീർന്നു. എനിക്ക് ഈ ആക്കൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് ഓക്സിജൻ കിട്ടിയിട്ട് പോകാതായിരിക്കും. ഓ ഇതൊന്ന് പൊട്ട്. ഓക്കെ ചത്ത്. ഓക്കെ നമുക്കിപ്പോൾ ഈ കോബസ്റ്റോൺ വെച്ച് പോവാം. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ആ ഒരു കിട്ടിയ അയം വെച്ചിട്ട് വേണം നോക്കാം. അയ്യോ പോകാൻ നോക്കി. ഇത് ഇവിടം വരെ റീച്ച് ആവുമല്ല. അങ്ങനെ നമുക്ക് ഈ ഒരു ഇവിടെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ സീലൊരു കൊണ്ടില്ലേ? അതാണ് ഈ സാധനത്തിൻ്റെ കൊല്ലട്ടെ. കുറേ നേരമായി. ഇവിടെ ഒരു ടോർച്ചും കൂടി വരയ്ക്കട്ടെ. വെള്ളത്തിൻ്റെ അടിയിൽ ഇപ്പോൾ എനിക്കും പേടിയാണ് സത്യം പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ കേവാ സത്യം പറഞ്ഞാൽ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം നേരെ മൈൻഡ് ചെയ്യാനില്ലാണ്ട് വേറെ വഴിയില്ല. ഇത്ര അടിയിലാണ് അയാൻ കിടക്കുന്നത്. ഓക്കെ കുറച്ച് ഓക്സിജൻ കിട്ട്. ഓക്കെ അപ്പോൾ ഇനി ഓക്കെ നമുക്ക് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് പൊട്ടിക്കണം. അപ്പോൾ അവിടെ മാഗ്മ ബ്ലോക്ക് ഉണ്ട്. കുറച്ച് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അയ്യൻ്റെ തൊട്ട് എൻ്റെ പറ്റ കിടപ്പുണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിലാണ്. ഞാൻ വിചാരിച്ചതിൻ്റെ സ്ഥലം ചെയ്താന്ന്. ഓക്കെ ഓക്സിജൻ ഫില്ലായിട്ടുണ്ട്. അത് കാണാൻ പറ്റില്ല കാരണം നമുക്ക് ഫുള്ള് ഇരുട്ടാ. ഓക്കെ ഇവിടെയാണ് അയാൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബെസ്റ്റ് ഈ വെള്ളത്തിൻ്റെ അടിയായത് കാരണം. അയ്യോ അയ്യോ അതേ കിടക്കുന്ന കസാല. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഒരു ബ്ലോക്ക് പൊട്ടിക്കാം. അയ്യോ ഓക്കെ ഓക്കെ ഇവിടെയാണ് ഞാൻ. ഓക്കെ ഇതിൻ്റെ അടിയിലൊക്കെ സോംബിയൊക്കെ ഉണ്ട്. ജസ്റ്റ് തൊട്ടടുത്താണ് ചത്ത്. ഇത് കഷ്ടമാണ് കേട്ടോ. ഇത് ഭയങ്കര പാടാണ്. രാത്രിയായി. രാത്രി എങ്ങനെ കിടന്ന് ഉറങ്ങും? എൻ്റെ കയ്യിൽ പോകുന്നില്ല. ഇല്ല ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നു. എവിടെയാണോ അയ്യൻ? അയ്യൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. നമ്മളൊന്നും ഓക്കെ. അയ്യോ അയ്യോ കാണാനില്ല. ഓക്കെ ഓക്കെ കാണാം. ഈ ഓക്സിജൻ കിട്ടിപ്പോകാന്ന് വെച്ചാൽ ഓക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കുഴിച്ചു പോകേണ്ടത്. അടിയിൽ നിന്ന് നോക്കിയാലും മനസ്സിലാവുള്ളൂ ഏത് ഭാഗത്താ. ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് വേണം പൊട്ടിക്കാൻ. ഇത് തന്നെ ആയണാണോ? അല്ല. ഓക്കെ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് വൈസ് ആദ്യം പൊട്ടിക്കണം. വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണോണ്ടാണ് ഇത്രയും ഞാൻ ഈ പെടാപ്പാട് കാണുന്നത്. അയ്യൻ്റെ ഡയറക്റ്റ് അടിയിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അയ്യോ അടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചത്തു. ഒരൊറ്റായം മതി സത്യം പറഞ്ഞാൽ. ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം. ഓക്കെ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്കും കൂടെ പൊട്ടിച്ചെടുക്കാം.
ഇനി ഒരു 3 ബ്ലോക്ക് മുന്നോട്ട് ഓടിക്കും. ഇവിടെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ആയിരിക്കുന്നത്. കാരണം അതിൻ്റെ ഇവിടെ ഒന്നാമത് പൊട്ടിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. കണ്ടില്ലേ, ഈ വെള്ളം നമ്മളങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട് പോകും. ഇങ്ങോട്ട് നല്ല ഒഴുക്ക. ഓക്കെ, കയറിയ ഓക്കെ, വെള്ളം ഇവിടം വരെ ഒഴുകുന്നുള്ളൂ. എങ്കിൽ കുഴപ്പമില്ല. 10 വേസ്റ്റ് ബാറ്ററികൾ ഞാൻ പിന്നെ കാണിക്കും. എനിക്ക് അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിച്ചു, നമുക്ക് ഇവിടെ ഈ ഒരു കേവ് അടിയിലായതുകൊണ്ടാണ് ഞാൻ ഇത്ര. എനിക്ക് അവിടെ ഒരു മാഗ്മ ബ്ലോക്ക് ഉണ്ടല്ലോ. ഇപ്പോഴേ പോയി ഇവിടെ നിന്ന് എടുക്കാം കഴിച്ചു. ഇവിടെ നിന്ന് എടുക്കാം. ഫ്രഷ് ഓക്സിജൻ ഇത്രയും ഉള്ളിട്ട് കിട്ടട്ടെ. ഓക്കെ, ഇനി ഞാൻ പോയി എടുത്തിട്ട് വരാം. വേമ്പോ ഈ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഓക്കെ, എവിടെ? അയ്യോ, അയൻ താഴെ പോ. ഈ 2 ബ്ലോക്കിൻ്റെ ഇടയിലായിട്ടായിരുന്നു. ഇവിടെയാണ് കൈസ് അതുള്ളത്. അയ്യോ, ഞാൻ വിചാരിച്ചത് നടന്നു കേട്ടോ. അയ്യോ, എന്നെക്കൊണ്ട് കയറാൻ പറ്റണല്ലോ ഇപ്പൊ. അയ്യോ, ഞാൻ ചത്തില്ല. നമുക്ക് ഇങ്ങോട്ട് നീന്തി കയറാം. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ ഒരു, അതായത് ഇവിടുത്തെ ബ്ലോക്സ് പൊട്ടിക്കണം. യെസ്, അയ്യം കിട്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇപ്പോൾ സവൽ. പെട്ടെന്ന് വിചാരിച്ച് പെട്ടു. ഇല്ല, പെട്ടിട്ടില്ല. നമുക്ക് തേഞ്ഞ് വരെ ഇങ്ങോട്ട് പോവാം. യെസ്, നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഇനി നമുക്ക് ഗോൾഡ് മൈനിങ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ട ടോട്ടൽ അയണും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 2 ഇൻകോട്ട് ചെയ്തിട്ടുള്ളത് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും രാത്രി കഴിഞ്ഞ് കാണാം. റിസ്ക് എടുത്തിട്ട് 2 അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു അയൺ ബാക്കി വരും. അത് കുഴപ്പമില്ല. ഞാൻ ഈ ഗോൾഡ് ആർമർ ഇപ്പോൾ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തോളാം. അങ്ങനെ എത്രയോ നിമിഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ കഴിച്ച് നമുക്ക് ഡയമണ്ട് കിട്ടിയ എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കാം. പുറത്ത് രാത്രിയാണ്. ഞാൻ കയ്യിലൊരു ബെഡ് ഉണ്ടാക്കി പിടിക്കാം. അല്ലെങ്കിൽ രാത്രിയായി കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ലേ, അതാണ് വിഷയം. ഈ ഒരു സ്ഥലത്ത് കിടന്നാൽ അറിയില്ല. ബ്ലാങ്ക്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളത് കൊണ്ട് അധികം കുഴപ്പങ്ങളില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ക്ലിക്ക് ചെയ്തിട്ട് 3 ബെഡ് ഉണ്ടാക്കാം. ഒരു ബെഡ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ സാധനവും എടുത്ത് വെച്ചേക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒട്ടേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ വെള്ളത്തിൽ പോയി ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞോളാം. ഇതിൽ കുറേ കോബർ സ്റ്റോണും കിട്ടി. ഇനി ഞാൻ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണം. ഞാൻ ഇങ്ങോട്ട് ചെയ്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ. സോ അപ്പോഴത്തേക്കും ഞാൻ വേഗം എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഇപ്പോൾ ബാറ്ററി ഇല്ല. ഒരു അയൺ വേഗം കിട്ടും. ഇവിടെ ഫസ്റ്റ് ആയിട്ടൊരു ഗോൾഡ് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടെങ്കിൽ ഓക്കെ, ഭാഗ്യമുണ്ട്. ചെസ്റ്റിൽ നിന്ന് 2 അയണം കൂടെ എടുത്ത് 6 സ്റ്റിക്കും എടുത്ത് ഓക്കെ. ഇനി വേഗം ഓടാം. വേഗം പോ. ലാഗടിക്കും. ഗേസ്, ഞാൻ എൻ്റെ ഫോൺ ബാറ്ററിൽ ചെക്കരുത്. നമ്മൾ എത്തി ഓടുക.
റിസ്ക് എടുക്കുക. ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ പ്ലാൻ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടൂള് റെഡിയായി. ഓക്കെ, എന്നെ എടുത്തുകൊണ്ട് പൊട്ടിക്കുക. യെസ്, അങ്ങനെ അങ്ങനെ എനിക്കിതാ ഗോൾഡ് കിട്ടിയിരിക്കുന്നു. എൻ്റെ മൈൻക്രാഫ്റ്റിൽ ഞാൻ ഗോൾഡ് കണ്ടുപിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്കേ സാധാരണ പൊട്ടിങ്ങനെ ഔട്ട് അയമ്പിക്കാക്സ് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. അതെന്തേലും പൊട്ടി അതായത് ബ്ലോക്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ ഡയമണ്ട് അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി മാത്രം. ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്കിത് അയൺ കിട്ടിയിട്ടുണ്ട്. അയണല്ല, ഗോൾഡ്. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഗോൾഡും കൂടെ വേണം. അത് ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. സോ ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.